എസ്പെഷ്യലി ഒരു വുമൺ ഓൺടർപ്രണേഴ്സ് കുറച്ച് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ടോ? അങ്ങനെയല്ല. ഒരു കാര്യം തുടങ്ങണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. തുടങ്ങുമ്പോൾ തന്നെ ചിലപ്പോൾ ക്ലോസ് സർക്കിളിൽ നിന്ന് ഒരുപാട് റെസിസ്റ്റൻസ് വരും. ഒരുപാട് ആൾക്കാരെ നമ്മളത് പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ പിന്നെ ഒരു ഹരമായി ക്യാഷ് കിട്ടുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ആണല്ലോ. തീർച്ചയായും മണിയാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ. ഒരു വർക്ക് ഏറ്റെടുത്ത് അത് ഫുൾ പെർഫെക്ഷനിൽ കൊടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു വാശി. ഉറക്കില്ലാതെ പണിയെടുക്കും. ഇല്ല, ഉറക്കില്ലായിരുന്നു. പക്ഷെ ചിലപ്പോൾ എല്ലാ ഹസ്ബൻഡും നമ്മൾ പറഞ്ഞ കൺവിൻസ് ആവുന്ന ഒരു 99% ആയിരിക്കൂല. എന്നെ ഏൽപ്പിച്ചൊരു ജോലി ഞാനത് എന്താണെങ്കിലും ഭംഗിയായിട്ട് ചെയ്യും. അതെനിക്കിപ്പം കാണുന്നുണ്ട്. കാരണം ഇന്റർവ്യൂ ചെയ്യുന്നതിന് മുന്നേ പറഞ്ഞ് ഞാനൊന്നും പ്രിപ്പയർ അല്ല, അല്ലെങ്കിൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം നല്ല ഫ്ലോയിൽ വരുന്നുണ്ട്. മനുഷ്യൻ്റെ ഇമോഷൻസുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒന്നാണ് പൂക്കൾ. അത് പലതരം ഇമോഷൻസ് ഉണ്ട്. പക്ഷേ കോവിഡ് സമയത്ത് എല്ലാവരും സ്റ്റക്കായിരുന്നൊരു സമയത്ത് ആ ഒരു ഒബ്ജെക്ഷൻസും ചലഞ്ചസും ഒക്കെ ഫേസ് ചെയ്ത് ഒരുപാട് ഓൺട്രപ്രണേഴ്സ് റൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ആളെ സ്റ്റോറി കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു വുമൺ ഓൺട്രപ്രണർ, ബഹ്റൈനിലായിരുന്ന ഒരു വുമൺ ഓൺട്രപ്രണർ, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഹോൾഡർ കൂടിയായ ഫ്ലോറിസ്റ്റായ ഫ്ലോറിറ്റ ഫ്ലോറലിൻ്റെ ഫൗണ്ടർ ആൻഡ് CEO ഷാഹിദ ഖാത്തുൽ. സോ വെൽക്കം ടു ദ ഷോ. ഷാഹിദ, പൂക്കൾ എല്ലാവർക്കും ഇഷ്ടമാണ്. മനുഷ്യൻ്റെ ഇമോഷൻസ് ആയിട്ട് വളരെ കണക്റ്റഡ് ആണ്. ഇതൊന്നൊരു ഷോപ്പ് ഇടുക, അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ഉണ്ടാക്കുക, അതൊരു ബ്രാഞ്ചസ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഡെവലപ്പ് ചെയ്യുക, ഈ ഒരു ചിന്ത എങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്? നമ്മൾ കൊറോണ സമയത്താണ് സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ടിങ് ഫ്ലവേഴ്സ് അല്ലായിരുന്നു, കേക്കായിരുന്നു. ഒരുപാട് വുമൻസ് എനിക്ക് ആഫ്റ്റർ ദ കോവിഡ് ഒരു ട്രെൻഡ് ആയിരുന്നു. ഒരു 1 ഡേ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ജസ്റ്റ് കേക്കിന്റെ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ ഫസ്റ്റ് ദിവസം തന്നെ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ തന്നെ ഹസ്ബൻഡ് ഒരു കേക്ക് ലവറാ. അപ്പൊ ഞാൻ ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്ന് കേക്ക് ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് പോകുമ്പോൾ തന്നെ ഓവൻ വാങ്ങിച്ചു തരണം എന്ന് പറഞ്ഞു. ഓവൻ വാങ്ങിച്ചു, വീട്ടിൽ പോയിട്ട് കേക്ക് ഉണ്ടാക്കി. ഓക്കെ, ജസ്റ്റ് എന്തായാലും സ്റ്റാർട്ടിങ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്നതിൽ എൻ്റെ പ്രസന്റേഷൻ എപ്പോഴും നന്നാവും. കാണാൻ മൊഞ്ചുണ്ടാവും, ഉള്ളിൽ ചിലപ്പോൾ ടേസ്റ്റ് കുറവുണ്ടെങ്കിലും കാണാൻ മൊഞ്ചുണ്ടാവും. അപ്പോൾ പിന്നെ ഉണ്ടാക്കുമ്പോഴൊക്കെ എനിക്ക് അതന്നെ തോന്നിയത്. പിന്നെ എനിക്ക് മനസ്സിലായി കുക്കിംഗ് എൻ്റെ ഏരിയ അല്ല. അപ്പോൾ പ്രസന്റേഷൻ ഓക്കെയാണ്. ഞാൻ ചെയ്യുമ്പോൾ ഓർഡേഴ്സ് കൂടുതൽ വരാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു സെക്കൻഡ് കേക്ക് മുതൽ എനിക്ക് ഓർഡർ കിട്ടാൻ തുടങ്ങി. ഞാൻ സെക്കൻഡ് കേക്ക് എൻ്റെ ബ്രദറിന് ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ ഫ്രണ്ട്സ് കഴിച്ചിട്ട് പിന്നെ തൊട്ട് എനിക്ക് ഓർഡർ കിട്ടാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഒരു ഹരമായി. ക്യാഷ് കിട്ടുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ആണല്ലോ. തീർച്ചയായും മണിയാണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ. അപ്പോൾ കേക്ക് ചെയ്തു. പിന്നെ തോന്നി എന്തുകൊണ്ട് നമുക്കൊരു ഷോപ്പായിട്ട് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യണം. നമ്മുടെ നാട്ടിൽ ഈ എൻഗേജ്മെന്റ് ഹാമ്പേഴ്സ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആ ഒരു ടൈമിലാണ് നമുക്ക് ക്ലിക്കായി വരുന്നത്. പക്ഷെ എവിടെ ഒരു ഷോപ്പായിട്ട് നമുക്കില്ല. ജസ്റ്റ് വീടുകളിൽ നിന്ന് കുട്ടികൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്ന. അപ്പോൾ വൈനോട്ട് ഒരു ഷോപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്തുകൂടാന്നുള്ളൊരു ഇതിൽ നമ്മൾ തന്നെ ഷോപ്പിൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. തുടങ്ങുമ്പോൾ എനിക്കും വലിയൊരു ഉണ്ടായിരുന്നില്ല, ഒരു കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ക്വിറ്റ് ചെയ്യൂല എന്നുള്ളൊരു തീരുമാനത്തിലാണ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം തുടങ്ങുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ എസ്പെഷ്യലി നിങ്ങൾ ഓൾറെഡി വർക്ക് ചെയ്യായിരുന്നു, ഒരു ജോലിയിൽ വർക്ക് ചെയ്യുന്നിടത്തുനിന്ന് ബിസിനസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ പറയല്ലോ ഇൻസൾട്ട് ആണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ പല ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. അവൾക്ക് അതറിയോ, അവൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ടോ, അവളെ കൊണ്ട് പറ്റുമോ. അപ്പോൾ എനിക്കൊരു എന്തായിരുന്നു അപ്പോഴൊക്കെ ഇങ്ങനെ ഒരുപക്ഷെ നമ്മളിത് കേൾക്കുന്ന ഓഡിയൻസിൽ എസ്പെഷ്യലി ഒരുപാട് വുമൺസ് ഒക്കെ അഭിമുഖീകരിക്കുന്ന ഒരു സെയിം പ്രശ്നമായിരിക്കും ഇത് തന്നെ. ഒരു കാര്യം തുടങ്ങണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. തുടങ്ങുമ്പോൾ തന്നെ ചിലപ്പോൾ ക്ലോസ് സർക്കിളിൽ നിന്ന് ഒരുപാട് റെസിസ്റ്റൻസ് വരും. അപ്പം ഇതൊക്കെ വരുമ്പം എങ്ങനെയായിരുന്നു അതിനെ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു? റൈറ്റ് ടൈം ആണെങ്കിൽ റൈറ്റ് ഡിസിഷൻ എടുക്കുക. അത് നമ്മൾ എടുക്കുന്നതാണ്, വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യരുത്. സെൽഫ് കോൺഫിഡൻ്റ് ആവുക. നമുക്ക് പറ്റുമെന്ന് നമ്മളിലൊരു വിശ്വാസം ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാരെ നമ്മളത് പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ മാരീഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മൾ ഹസ്ബൻഡിനെ മാത്രം കൺവിൻസ് ചെയ്താൽ മതി. ഒരു പക്ഷേ ചിലപ്പോൾ എല്ലാ ഹസ്ബൻഡും നമ്മൾ പറഞ്ഞ കൺവിൻസ് ആവുന്ന ഒരു 99% ആയിരിക്കൂല. ഈവൻ എൻ്റെ ഹസ്ബൻഡും അങ്ങനെ ആയിരുന്നില്ല. ഞാൻ പറഞ്ഞ് കൺവിൻസ് ചെയ്തതാണ്. എന്നിൽ ഒരു 99% എന്നിൽ ഒരു ട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. കാരണം എന്നെ കൊണ്ട് പറ്റും. കാരണം ഞാൻ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഷെയർ ചെയ്യുന്ന കാര്യമാണ്, എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് എൻ്റെ ഹസ്ബൻഡായിരുന്നു. എനിക്ക് മൂപ്പര് മുന്നിൽ ചെയ്ത് കാണിക്കണം എന്നായിരുന്നു, പറ്റുന്നുള്ള ആ ഒരു കൺസെപ്റ്റിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. കാരണം എന്ത് വന്നാൽ എൻ്റെ കൂടെ നിൽക്കുന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. ആള്
പക്ഷെ ആൾക്കുള്ള ഒരു പേടി എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഫേസ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റൂല എന്നുള്ള ആ ഒരു ഇത് കാരണമായിരിക്കും എന്നോട്. പിന്നെ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ആൾക്കറിയാം എനിക്ക് നമ്മളിങ്ങനെ കൂടുതൽ നമ്മളിങ്ങനെ പുകഴ്ത്തുമല്ലോ നിന്നെ കൊണ്ട് അത് പറ്റും, അങ്ങനെ എനിക്കിഷ്ടമല്ല. എന്നെ നെഗറ്റീവ് അടിച്ചാൽ ഞാൻ കുറച്ച് വാശിയാവുന്ന ആളാണ്. അതായത് ചിലപ്പോൾ അങ്ങനെ പറയാം നിനക്കണ്ട പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്കൊരു വാശിയാണ്, ഞാനത് ചെയ്ത് പ്രൂവ് ചെയ്യണം. അങ്ങനെ കേക്ക് സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് ഹാമ്പേഴ്സിന്റെ ഒരു ഷോപ്പായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അബുദാബിയിൽ അല്ല, നാട്ടിൽ സ്റ്റാർട്ട് ചെയ്തു. ഒരു 6 to 9 months നമ്മൾ ആ ഷോപ്പ് റൺ ചെയ്തു. ആഫ്റ്റർ കോവിഡിന്റെ ആ ഒരു ടൈമിലായിരുന്നു. അതെ, നമ്മൾ തന്നെ ഷോപ്പ് ആയതുകൊണ്ട് ജസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. റെന്റ് കൊടുക്കണ്ടല്ലോ. ഉപ്പാന്റെ ആയിരുന്നു മലപ്പുറം. അപ്പോൾ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഉപ്പ നല്ല സപ്പോർട്ടാ. ഉപ്പ ഒരു നല്ല സക്സസ് ബിസിനസ്സുകാരനാണ്. അപ്പോൾ ഉപ്പ അങ്ങനത്തെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഉപ്പാന്റെ സപ്പോർട്ടും ഹസ്ബൻഡിന്റെ സപ്പോർട്ടും തന്നെയാണ് ഞാൻ ഇറങ്ങി. അങ്ങനെ 9 മാസം ഷോപ്പ് റൺ ചെയ്തു. പിന്നെ എങ്ങനെയാണ് അത് നമ്മൾ ഈ NH-ന്റെ ഇതിന് വേണ്ടിയിട്ട് പൊളിച്ചു പോകുന്ന ഒരു ബിൽഡിംഗ് ആയിരുന്നു. അപ്പൊ ആ ഒരു ടൈമിൽ നമുക്കത് ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് ചെയ്ത് നോക്കിയതാ. പക്ഷെ നമ്മൾ വിചാരിച്ചതിനപ്പുറം നമുക്ക് ഓർഡേഴ്സ് കിട്ടാൻ തുടങ്ങി. നല്ല ഞാൻ പോലും വിചാരിച്ചില്ല. കാരണം എനിക്ക് സ്റ്റാർട്ട് ചെയ്തതേ ഓർമ്മയുള്ളൂ. പിന്നെ നമ്മൾ ആ റൂം ഒഴിയുന്ന ദിവസം വരെ ഞാൻ ഫുൾ ബിസി ആയിരുന്നു. കാരണം അത്രയും നമുക്ക് നല്ല ഓർഡേഴ്സ്, നല്ല റെസ്പോൺസാണ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് കിട്ടിയത്. നല്ല ഒരു ദിവസം പോലും നമുക്ക് ഓർഡർ ഇല്ലാണ്ട് ഇരുന്നിട്ടില്ല. മീൻസ് ഫുൾ ബിസി ആയിരുന്നു. അന്ന് തൊട്ട് ഞാൻ ഫുൾ ബിസി ആയിരുന്നു. അപ്പോൾ റൂം നമ്മൾ കയ്യിൽ നിന്ന് പോയപ്പോൾ തിരിച്ചെന്തായാലും പ്രവാസികളാണല്ലോ, തിരിച്ചു പോകാം എന്നുള്ളൊരു ടൈം ആയപ്പോൾ ആദ്യം അത് ചോദിക്കാൻ പറഞ്ഞു. ആദ്യം എവിടെയായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്? ബഹ്റൈനിലായിരുന്നു വർക്ക് ചെയ്തത്. നമ്മൾ മാരേജ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഹസ്ബൻഡ് ഫാമിലി ഫുൾ ബഹ്റൈനിലായിരുന്നു. ഗസ്റ്റ് റിലേഷൻ എക്സിക്യൂട്ടീവ് ആയിട്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ ഒരു സെയിൽസ് അല്ലെങ്കിൽ കസ്റ്റമർ സർവീസ് എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? റിസപ്ഷൻ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. അങ്ങനെ അവിടുന്ന് വീണ്ടും നാട്ടിൽ നിന്ന് അവസാനിപ്പിക്കുന്നു, നേരെ ദുബായിലേക്കാണ്. ബഹ്റൈനെ ഇപ്പോൾ ഞാൻ ആദ്യം അതിനെക്കുറിച്ച് പഠിക്കുക ചെയ്തത്. ഇപ്പോൾ നമ്മളെ നാട്ടിലൊരു സിസ്റ്റം അല്ല നമ്മൾ വിദേശത്തേക്ക് വരുമ്പോൾ, അത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ബഹ്റൈനേക്കാളും ഇതെന്തായാലും ഒന്നെങ്കിൽ സൗദിയ അല്ലെങ്കിൽ UAE, ഈ 2 ഓപ്ഷനായിരുന്നു എൻ്റെ മുന്നിലുണ്ടായിരുന്നത്. അപ്പോൾ നാട്ടിലിരുന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് നല്ലോണം പഠിച്ചു. കാരണം സൗദി ആകുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ടഫാണ്. എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ഇതൊക്കെ ആകുമ്പോൾ എളുപ്പമുള്ള സ്ഥലം UAE ആണെന്ന് തോന്നിയതുകൊണ്ട് UAE നമുക്ക് ഒരുപാട് ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വരുമ്പോൾ എനിക്ക് 2 വ്യക്തികളെ മെൻഷൻ ചെയ്യണം. RJ ഫസ്ലു ആൻഡ് അമീൻ മന്നൻ. ഇവർ രണ്ടുപേരും എന്നെ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ശരിക്കും പറഞ്ഞാൽ അമീൻ മന്നൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഈ ഒരു ലൈസൻസിനെ കുറിച്ച് ഞാൻ അറിയുന്നത്. അപ്പോൾ തന്നെ ഞാൻ ആളെ കോണ്ടാക്ട് ചെയ്തു. എനിക്ക് ക്വിക്ക്ലി റെസ്പോൺസ് കിട്ടി. എനിക്ക് തോന്നുന്നു ആ ടൈമിൽ നാട്ടിലുണ്ടായിരുന്നു. അതായത് അനിയൻ്റെ മാരേജോ ബന്ധപ്പെട്ടിട്ട് നാട്ടിലുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് ആ ഒരു ടൈമിൽ ക്വിക്ക് റിപ്ലൈ തന്ന് അനിയനായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് എനിക്ക് അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. പിന്നെ ഞാൻ കോണ്ടാക്ട് ചെയ്തത് RJ ഫസ്ലുവിനായിരുന്നു. കാരണം ഞാൻ UAE വന്നിട്ടില്ല, എനിക്ക് ഇവിടുത്തെ ഒരു കാര്യങ്ങളും അറിയില്ല. നമ്മൾ ബഹ്റൈനിലായിരുന്നു. ഫസ്റ്റ് ഹസ്ബൻഡാണ് വിസിറ്റിങ്ങിന് വന്നത്. ഒരു 1 month ഞാൻ ആളെ വിട്ടു. ഒന്ന് നമ്മളെ ഏരിയ കാര്യങ്ങളൊക്കെ ഇവിടെ ഫ്രണ്ട്സ് എല്ലാം ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനൊരു 2nd month ആവുമ്പോഴേക്ക് ഞാൻ ക്വിക്കിൽ എനിക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു എല്ലാ കാര്യത്തിനും. ഈവൻ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് പോലും എനിക്കൊരു നല്ലൊരു മോട്ടിവേഷൻ തന്നിട്ടാണ് ആളെ. ഇതുപോലുള്ള നമുക്കറിയാം, എനിക്കും നല്ല ഫ്രണ്ടാണ്. എനിക്ക് 2 പേരെയും നേരിട്ട് കാണാൻ നല്ല ആഗ്രഹമുണ്ട്. ഞാൻ 2 പേരോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇതുവരെ എനിക്കൊരു സമയം ഒത്തു കിട്ടി. തീർച്ചയായിട്ടും അമീൻ മന്നാനും ഫസ്ലുവിനൊക്കെ നമുക്ക് കാണാം, നമ്മളത് കാണിക്കും. ഓക്കെ, ഇപ്പം കേക്കിൽ നിങ്ങൾ ഹാമ്പേഴ്സിലേക്ക് വന്നു. അതിനിടയിൽ അവാർഡ്സും കാര്യങ്ങളൊക്കെ നേടി. നാട്ടിൽ ഈ ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്താണ് ഞാൻ എങ്ങനെ ഒരു ന്യൂസിൽ ഇത് കണ്ടപ്പോൾ, നമ്മൾ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു റെക്കോർഡ് എന്ന് വെച്ചാൽ 1 hour 20 ഹാമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു റെക്കോർഡ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ബ്രേക്ക് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റും എന്ന് എനിക്ക് തോന്നാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് ഞാൻ ഫുൾ ബിസിയാണ്. കാരണം ഒരു ഓർഡർ എനിക്ക് മുൻകൂട്ടി കിട്ടാറില്ല. ഈവൻ എന്ത് ഒരു എൻഗേജ്മെന്റ് ആണെങ്കിൽ പോലും നൈറ്റ് ആയിരിക്കും ഒരു പക്ഷെ എനിക്ക് ഓർഡർ കിട്ടുന്നത്. അപ്പോൾ രാവിലെ കൊടുക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് എന്താ വെച്ചാൽ ഒരു വർക്ക് ഏറ്റെടുത്ത് അത് ഫുൾ പെർഫെക്ഷനിൽ കൊടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു വാശി. ഉറക്കില്ലാതെ രാവും പകലും ഇല്ലാണ്ട് ശരിക്കും ഇതിന് വേണ്ടിയിട്ട് ഓടുകയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി, കാരണം ആ ഒരു സമയത്തൊക്കെ ഞാൻ ഈ സേവ് ദ ഡേറ്റ് വീഡിയോ ഒക്കെ ചെയ്യായിരുന്നു. 1 hourലൊക്കെയാണ് ഞാനത് ചെയ്ത് കൊടുക്കുക. വലിയ
കാര്യമായിട്ട്, പക്ഷെ എനിക്ക് തോന്നും വലിയ കാര്യമായിട്ടാണ് തോന്നില്ല. കാരണം ഓരോ സമയത്ത് ആളുകൾ ചോദിക്കുമ്പോൾ ഒരാഴ്ചക്ക് എടുത്തിട്ട് ഓർഡർ എടുക്കുന്ന ആളുകളുണ്ട് ആ സമയത്ത്. ഞാൻ എത്ര കുറഞ്ഞ ടൈമിൽ പറഞ്ഞാലും ഓക്കെ, ഒരു ഓർഡർ ഞാൻ ക്യാൻസൽ ആക്കൂല. ഈവൻ അത് ബഡ്ജറ്റ് നോക്കാറില്ല. എൻ്റെ അടുത്തൊരു കസ്റ്റമർ വന്നാൽ ഞാൻ എന്തായാലും അവരെ സങ്കടപ്പെട്ട് വിടില്ല. അതൊരു അങ്ങനെ. അപ്പോൾ ഇതിലൊരു എനിക്ക് തോന്നുന്നത് അത് നിങ്ങളൊരു പാഷൻ അത്ര ഉണ്ടാവണം. അല്ലാതെ നമ്മളൊരു ബിസിനസ്സിലൊരു ലാഭം കിട്ടുന്നതിന്റെ അപ്പുറത്തേക്ക് പാഷന് മാത്രമല്ല, എൻ്റെ ഒരു ക്യാരക്ടർ, എന്നെ ഏൽപ്പിച്ചൊരു ജോലി ഞാനത് എന്താണെങ്കിലും ഭംഗിയായിട്ട് ചെയ്യും. അതിപ്പോൾ ഈവൻ എൻ്റെ നമ്മൾ ജോബ് ചെയ്യുന്ന ഒരു സമയത്താണെങ്കിൽ പോലും ഞാൻ വിത്തിൻ 6 months നെക്സ്റ്റ് ലെവലിലേക്ക് ജോബിൽ പോലും കയറാറുണ്ട്. അതെനിക്ക് തോന്നുന്നു നമ്മൾ കാണിക്കുന്ന സിൻസിയാരിറ്റിയാണ് ഒരു ജോബിനോട്. അത് ഈവൻ കിച്ചണിലെ ജോബാണെങ്കിൽ പോലും എൻ്റെ ഒരു അതെനിക്കിപ്പം കാണുന്നുണ്ട്. കാരണം ഇന്റർവ്യൂ ചെയ്യുന്നതിന്റെ മുന്നേ പറഞ്ഞ് ഞാനൊന്നും പ്രിപ്പയർ അല്ല, അല്ല എനിക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം നല്ല ഫ്ലോയിൽ വരുന്നുണ്ട്. സോ യു ലൈക്ക് ഏത് ടാസ്കിലും അത് കാണിക്കുന്നുണ്ട്. അതായിരിക്കും ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു എന്നെ ബിസിനസ്സിൽ സക്സസ് ആക്കാനുള്ള ഒരു കാരണം. ഫുൾ ടൈം ഞാൻ ഇതിന് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അവിടെ കോംപ്രമൈസ് ചെയ്യാറുണ്ട്. പല കാര്യങ്ങളും അറിയാം. ബിസിനസ് ആകുമ്പോൾ നമുക്ക് ഫാമിലി, നമ്മളെ പേഴ്സണൽ ടൈം, ഈവൻ നമ്മളെ ഹെൽത്ത് വരെ ഞാൻ കോംപ്രമൈസ് ചെയ്യാറുണ്ട് ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ചോദ്യം, ഇപ്പോൾ ഇതുപോലെ തന്നെ ഒരുപാട് കഴിവുള്ള ഒരുപാട് ലേഡി ആളുകളുണ്ട്. ലൈക്ക് ഇപ്പം നമ്മൾ ദുബായിൽ നിന്നാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പ്രവാസികളായ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നമ്മൾക്ക് പലപ്പോഴും DM ഒക്കെ വരാറുണ്ട്, എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ ബിസിനസ് ഒക്കെ ചെയ്യണം, നിങ്ങളൊക്കെ വീഡിയോസ് കാണുമ്പോൾ ഇങ്ങനെ ഇൻസ്പയറിങ് ആവാറുണ്ടെന്നൊക്കെ. പക്ഷേ ഇവരൊക്കെ എന്തോ ഒരു കാര്യത്തിൽ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഇപ്പോഴത്തെ ഒരു നമ്മളെ ഈ ഒരു ടൈമിൽ അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മളെ ഫോണുണ്ട് നമ്മളെ കയ്യിൽ. ഈവൻ ഒരു വ്യക്തിയുടെ ഹെൽപ്പ് പോലും നമുക്ക് വേണ്ട. ഈ ഒരു ഇപ്പോഴത്തെ നമ്മളെ ആ ഒരു തലമുറയിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഈവൻ ഞാൻ പോലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ ഒരുപാട് ആളുടെ അടുത്ത് എൻക്വയറി ചെയ്തിട്ടുണ്ട്. ഇപ്പം എന്നെ ഞാൻ എടുത്ത് പറയാൻ കാരണം RJ ഫസലോ ആയാലോ അമീൻ മന്നലായാലും പേഴ്സണലി എന്നെ അറിയാത്ത ആളുകളാണ്. പക്ഷെ അവർ എന്നെ ഹെൽപ്പ് ചെയ്ത പോലെ ഒരു പക്ഷെ എന്നെ വേറെ ആരും ഹെൽപ്പ് ചെയ്തിട്ടില്ല. കാരണം നമുക്ക് അറിയുന്ന ആളുകളുടെ അടുത്ത് നമ്മൾ ചോദിക്കുന്നതിനേക്കാളും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നമ്മളെ ചുറ്റുവട്ടത്ത് ഒരുപാട് ആളുകൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കണം. അതെ, ഓപ്പർച്യൂണിറ്റീസ് നമ്മളെ വന്നിട്ട് മുട്ടൂല, നമ്മളെ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും. ഞാൻ 1 മണിക്ക് 2 മണിക്കൊക്കെ വരെ ഫോണിൽ എടുത്തിട്ട് ഇത് സെർച്ച് ചെയ്യും. ഈവൻ നമ്മൾ നാട്ടിൽ ബിസിനസ് ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് ഇതിനുള്ള പ്രൊഡക്ട്സും നമ്മളെ സാധനങ്ങളൊക്കെ നമ്മളെ ചുറ്റുവട്ടത്ത് കിട്ടാൻ ഒരുപാട് പണിയാണ്. നമ്മൾ പുറത്തുനിന്നാണ് എല്ലാം ഇറക്കുന്നതും ചെയ്യുന്നതൊക്കെ. ഈവൻ ഓരോ കാര്യത്തിലും അന്നും ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ പോലും എനിക്കൊരു നിർബന്ധമുണ്ട്, എല്ലായിടത്തും ഞാൻ എൻ്റെ കണ്ണെത്തണം, ചെയ്യണം എന്നുള്ളത്. അതായത് എല്ലാം പെർഫെക്റ്റ് ആവണം എന്നുള്ള ഒരു എസ്പെഷ്യലി ഇപ്പോൾ അബുദാബിയിലൊക്കെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ കൂടുതൽ കസ്റ്റമേഴ്സ് അറബ്സ് ഉണ്ടാവാൻ ചാൻസ് ഇപ്പോൾ ലോക്കൽസ് മാത്രമാണ് കസ്റ്റമേഴ്സ്. അപ്പം എനിക്കൊന്നത് കുറച്ചുകൂടി നമ്മുടെ നാട്ടിനേക്കാൾ ഒരു ഗിഫ്റ്റ് കൾച്ചർ അറബികളിൽ നമ്മൾ കാണാറുണ്ട്. നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്? നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് എന്താണ്? ഇവിടെ വന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ ബഹ്റിലായിരുന്നെങ്കിലും നമുക്കറിയാം, ഞാൻ കസ്റ്റമർ റിലേഷനിലായതുകൊണ്ട് എനിക്കറിയാം കസ്റ്റമർ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് അറിയാം. പക്ഷെ അറബിക്ക് എനിക്കൊരു വിഷയമായിരുന്നു. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് സപ്പോർട്ട് വേണം. കാരണം ആൾക്ക് അറബി നല്ലോണം അറിയാം. ആ ഒരു സപ്പോർട്ട് എനിക്ക് വേണമെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഒരു 6 months നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്താൽ മതി, അത് കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആയിക്കോളൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ചോദിച്ചത് ഈ അറബികളുടെ ഈ കൾച്ചറുമായിട്ട് ഇവിടെ വന്നിട്ട് ലോക്കൽസിനായിട്ടുള്ള ഒരു നമ്മളെ ഒരു കമ്മ്യൂണിക്കേഷൻ, അതായത് നമ്മളെ കസ്റ്റമർ ടോട്ടലി ഡിഫറെൻ്റ് ആട്ടോ. നമ്മൾ ബഹ്റിനിൽ ഉണ്ടായിരുന്ന അറബ്സും ഇവിടെയുള്ള ഇമാറാത്തികളും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ എന്നെ ശരിക്കും ഞെട്ടിച്ചു. അതായിരിക്കും എനിക്ക് ഒന്നും കൂടെ കോൺഫിഡൻ്റ് ആയത്. കാരണം ഇവർ അത്രയും ഫ്രണ്ട്ലിയാണ്. ഒരു ഗ്യാപ്പില്ല കസ്റ്റമർ റിലേഷനിൽ. എനിക്കൊരു ഗ്യാപ്പില്ല. കാരണം ഒരിക്കലും ഞാൻ ഇതുവരെ ഒരു കസ്റ്റമർ റിലേഷൻ ഇഷ്ടം പോലെ ഇവിടെ വന്ന സമയത്ത് പെട്ടെന്ന് ഹസ്ബൻഡിന് ഒരു പ്രാവശ്യം നാട്ടിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നമ്മളിവിടെ സേഫാണ്, ഓക്കെ നിങ്ങൾ പോയിട്ട് വന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ ബാക്കി എല്ലാ കാര്യം നമ്മൾ സേഫ് ആണെങ്കിൽ പോലും ഇപ്പോൾ ഈവൻ ഷോപ്പിൽ വരുമ്പോൾ കസ്റ്റമർ ചോദിക്കും, കാരണം ഞങ്ങൾ രണ്ടുപേരും ഷോപ്പിലുണ്ടാവുന്ന. അപ്പോൾ ഹസ്ബൻഡ് നാട്ടിൽ പോയതാണെന്ന് പറയുമ്പോൾ ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞു എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിലും ഏത് ടൈം ആണെങ്കിലും കോൾ ചെയ്യണം. എനിക്ക് ചില കസ്റ്റമറൊക്കെ വരുമ്പോൾ എനിക്ക് എൻ്റെ ഒരു ഉമ്മാന്റെ പ്രസൻസ്, ഇമോഷണൽ ഫീലിങ്സ് കിട്ടും. എനിക്ക് അത് തന്നെയാണ് ഈ ഇവരുടെ നമ്മളിപ്പോഴും ഇപ്പം പ്രവാസികൾ കൂടുതലും നമ്മളെ നാടും ഇതൊക്കെ വിട്ടിട്ടും ഇതേപോലെ രാജ്യങ്ങളിൽ നമ്മൾ ഒരുപാട് ഇപ്പം നമ്മൾ ഓൺട്രപ്രണേഴ്സ് ഒരുപാട് സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ ഇവിടെയുള്ള ആളുകളുടെ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും വലിയതാണ്. കാരണം
എൻ്റെ സക്സസ്സിന് കാരണം എൻ്റെ കസ്റ്റമേഴ്സ് ആണെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം അവർ എനിക്ക് തന്ന ഒരു കോൺഫിഡൻസ് ആണ് ഞാനിപ്പോൾ ഒരു സെക്കൻഡ് ബ്രാഞ്ച്, ഇപ്പോൾ ഒരു തേർഡ് ബ്രാഞ്ച് എന്നുള്ള ഒരു രീതിയിൽ എനിക്ക് എസ്പെഷ്യലി ഒരു വുമൺ ഓൺടർപ്രണേഴ്സ് നമുക്ക് കുറച്ച് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങളെപ്പോലത്തെ ഇപ്പം പലർക്കും പേടിയാണല്ലോ ഇപ്പോൾ കസ്റ്റമേഴ്സ് എങ്ങനെ റിയാക്ട് ചെയ്യും, ഇപ്പോൾ ഈവൻ ലാംഗ്വേജ് ബാരിയർ ഉണ്ടായിട്ട് പോലും അതെങ്ങനെയായിരുന്നു? അത് അവരോട് മിങ്കിൾ ചെയ്തപ്പോൾ അതങ്ങനെ ഇല്ലാണ്ടായതാണ്. അവർ ഓക്കെയാണ്, നമുക്ക് ഓക്കെയാണ് അവരെന്നുള്ളത്. നമ്മളെ എനിക്ക് അതിൽ കുറച്ചുകൂടി നിങ്ങളെ പ്രൊഡക്റ്റ് അതിലൊരു വലിയ റോൾ വഹിച്ചിട്ടുണ്ടാവും. ഇപ്പം പെർഫ്യൂം അല്ലെങ്കിൽ ഫ്ലവർ എന്നൊക്കെ പറയുമ്പം കുറച്ചുകൂടി അതിലൊരു സ്നേഹമുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഇമോഷൻസിനെ കണക്ട് ചെയ്യുന്നു. അപ്പം ആളുകളായിട്ട് കുറച്ചുകൂടി ഡീപ്പ് ആയിട്ടുള്ളൊരു നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ വരും. കാരണം ഇപ്പോൾ നമ്മൾ ഫ്ലവേഴ്സ് പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ ഷോപ്പിൽ വന്നിട്ട് നമുക്കൊരു ബൊക്കെ വേണം അങ്ങനെയല്ല. ഇതൊരു ഇമോഷണൽ കസ്റ്റമൈസേഷനാ ഫ്ലവേഴ്സ് പറയുന്നത്. കാരണം ഓരോ കസ്റ്റമറും ഓരോ ഇമോഷനിലാണ് വരുന്നത്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അവർക്കത് ചെയ്തു കൊടുക്കണം. ഫ്ലവർ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഓരോ കളേഴ്സിനും ഓരോ ഒക്കേഷൻസ് ഉണ്ട്. ഒക്കേഷൻസിലും ഓരോ കളേഴ്സ് ഉണ്ട്, ഓരോ ഇമോഷനും ഓരോ കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഈവൻ ചിലപ്പോൾ അത് പ്രത്യേകിച്ച് ബോയ്സ് വരുമ്പോൾ അവർക്കത് കൂടുതൽ അറിയണം എന്നില്ല. അപ്പം നമ്മൾ ഹെൽപ്പ് ചെയ്യണം. എങ്ങനെയാണ് നമ്മളത് കൊടുക്കുകയാണെങ്കിൽ അതിനൊരു ലവ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ റെഡ് റോസ് ആണ്. പക്ഷെ പല ഇമോഷൻസിലും ഈ റെഡ് റോസും കൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. ഒരു ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും റെഡ് റോസും കൊണ്ട് പോകില്ല. അപ്പോൾ അവിടെ വൈറ്റ് ഫ്ലവേഴ്സാണ് നമ്മൾ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഫ്ലവേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഓരോ ഫ്ലവറിനും അതിൻ്റെതായ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവുമല്ലോ. അതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫ്ലവറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, എല്ലാ ഫ്ലവേഴ്സും ഇഷ്ടമാണ്. അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് ഇപ്പം നമുക്ക് അതും ഓരോ ജനറേഷൻ അനുസരിച്ചാട്ടോ, നമ്മൾ ഏജ് ബേസ്ഡ് ചെയ്തിട്ടാ. ഇപ്പൊ ലില്ലി എന്ന് പറഞ്ഞ ഫ്ലവർ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് അവർക്ക് അതിനോട് ഭയങ്കര താല്പര്യം, ലില്ലി എടുക്കുന്നത് ഏജ്. അതേപോലെ ടീനേജേഴ്സ് ആവുമ്പോൾ നമ്മളിപ്പോൾ ഒരു പിൻട്രസ്റ്റ് മോഡലിലാണ് അവർ. ഓക്കെ, അങ്ങനെ ഇവിടെ അബുദാബിയിൽ വരുന്നു, അവിടെ ഫസ്റ്റ് ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടുന്നു. പിന്നെ ബിസിനസ്സിൻ്റെ എന്തൊക്കെയായിരുന്നു ചലഞ്ചസ് ബിസിനസ്സിൽ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആസ് എ ഫൗണ്ടർ? സ്റ്റാർട്ടിങ് തീർച്ചയായിട്ടും ചലഞ്ച് തന്നെ ആയിരുന്നു. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈവൻ ഹസ്ബൻഡ്, ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞു നമുക്ക് നല്ലൊരു ഫ്ലോറിസ്റ്റിനെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. അപ്പോൾ ആൾക്ക് ഒരു നമ്മൾ ഇവിടെ വന്നിട്ട് ലോക്കൽസിനായിട്ട് നമുക്കറിയില്ല അവരുടെ ടേസ്റ്റ് എങ്ങനെ, എന്തായാലും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. നമ്മളൊന്ന് സ്റ്റഡി ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ടിങ്ങിൽ എല്ലാ ഷോപ്പ് പോയിട്ടും സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലായ കാര്യമാണ് നാട്ടിലുള്ളതും ഇവിടെ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നമ്മളെക്കൊണ്ട് പറ്റുമോ എന്നുള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റും, എന്നെ ഒന്ന് വിശ്വസിക്കുക, എനിക്ക് കുറച്ച് ടൈം തരും, ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ ചിന്തിച്ചിരുന്നത് ആ ഒരു സമയത്ത് നമ്മളൊരു സ്റ്റാഫിനെ ഹയർ ചെയ്യാന്ന് പറയുമ്പോൾ എനിക്ക് അതും കൂടെ, കാരണം നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം, നമ്മളെ കയ്യിലുള്ള ഒരു ഇൻവെസ്റ്റ് വെച്ചിട്ട് ഞാൻ 3 മക്കളെ എടുത്തിട്ട് 3 മക്കളെ, അതായത് എനിക്ക് തോന്നുന്നു ഒരു അക്കാദമിക് ഇയർ പകുതിക്കാണ് ഞാൻ വരുന്നത്. അവരെ TC വാങ്ങിച്ചിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പോരുമ്പോൾ അത് തന്നെ ഒരു വലിയ ടാസ്ക്കാണ്. ബിസിനസ് എന്നുള്ളതിനേക്കാൾ എൻ്റെ മക്കളെ ഭാവി, അവരുടെ പഠിത്തം, അതെനിക്കൊരു ടാസ്ക് ആയിരുന്നു. നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് വർക്ക് ലൈഫ് ബാലൻസ് എന്നൊക്കെ പറയുമ്പോൾ പറയാൻ ഭയങ്കര എളുപ്പമായിരിക്കും, പക്ഷേ ഇത് മാനേജ് ചെയ്യാന്നുള്ളത് പ്രത്യേകിച്ച് ചെറിയ മക്കളാവുമ്പോൾ, വലിയ മക്കളാവുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, ഒരു ബേസ് കിട്ടിയ മക്കളാവുമ്പോൾ, ചെറിയ മക്കളാവുമ്പോൾ എനിക്ക് പല വുമൺ ഓൺടർപ്രണർഷിപ്പിൽ വരാത്ത ആളുകൾ പറയുന്ന വലിയൊരു എക്സ്ക്യൂസ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അതിനൊരു റീസൺ ആയിട്ട് എപ്പോഴും പറയാനുള്ളത് എനിക്ക് ഒരുപാട് മക്കളുണ്ട്, ചെറിയ മക്കളാണ്, അങ്ങനെ മാനേജ് ചെയ്യാം. അപ്പോൾ അവരോടൊക്കെ എന്താണ് പറയുന്നത്? നമ്മളെ കൊണ്ട് ഇപ്പം ഈവൻ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴും എനിക്കും പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് ഒരു ഗിൽറ്റി ഫീലിംഗ് അത് എന്തായാലും ഉണ്ടാവും. ഇപ്പം എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്, എനിക്ക് പറ്റുന്നുണ്ടോ, അവർ ഓക്കെ ആണോ, എൻ്റെ മക്കളെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടോ എന്നുള്ള ഫീലിംഗ് തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാവും. അത് നമ്മൾ മാനേജ് ചെയ്യുന്ന. ഇപ്പം ഞാൻ അവരുടെ ട്യൂഷന് അത് വേറെ ഏൽപ്പിച്ചു, മറ്റേത് നമ്മൾ തന്നെ ആയിരുന്നു എല്ലാം, കിച്ചണിൽ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ ആളെ നിർത്തി. അപ്പം അതുപോലെ നമ്മൾ ഓരോന്നോരോന്ന് നമുക്ക് വേറൊരാളെ ഏൽപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ വേറൊരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് സ്നേഹം കൊടുക്കാനല്ലേ പറ്റൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഫാമിലിയുടെ സപ്പോർട്ട് ഇറ്റ്സ് റിയലി ഇമ്പോർട്ടന്റ്. തീർച്ചയായിട്ടും. എസ്പെഷ്യലി നിങ്ങൾ പറയുമ്പോൾ ആദ്യം ഹസ്ബൻഡിന് നിങ്ങളൊരു വളരെ സെൻസിറ്റീവ് ആണ്, അങ്ങനെ കുറേ കൺസേൺസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നീട് ഹസ്ബൻഡ് എങ്ങനെയായിരുന്നു സപ്പോർട്ട് ചെയ്തത്? ഇപ്പം എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്തത്? ഇപ്പോൾ ആൾക്കറിയാം ഞാൻ എന്ത് വന്നാലും ചെയ്യും എന്നുള്ളത്. ഇപ്പോൾ ആള് മാറി നിൽക്കാറാണ്, എല്ലാ കാര്യവും എന്നെ കൊണ്ട് തന്നെയാണ് ചെയ്യിക്കുന്നത്. ഈവന്
ബില്ലിംഗ് ആയാലും എല്ലാ കാര്യം സപ്ലൈസിൻ്റെ അടുത്ത് എല്ലാം ഞാൻ തന്നെയാണ് ഇപ്പോൾ ഒറ്റയ്ക്ക്. അപ്പം ഓൾറെഡി നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ആദ്യ ഘട്ടങ്ങൾ കഴിഞ്ഞു, ഇനിയിപ്പം ഡിഫറെൻ്റ് ഒരുപാട് ബ്രാഞ്ചുകളിലേക്ക് എക്സ്പാൻഡ് ചെയ്യുകയാണ്. അപ്പം എന്തൊക്കെയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്തൊക്കെയാണ്? ഇൻഷാ അല്ലാഹ് നമ്മൾ ഫെബ്രുവരിയിൽ ഒരു 3rd ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു കാര്യത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. വർക്കിംഗ് ആണ്, ഇൻഷാ അല്ലാഹ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം അതാണ് അവർക്കൊരു മനസ്സിൽ നിറയെ പാഷനും ആയിട്ട് പിന്നെ കോവിഡിന് ശേഷം വരുന്നു, പിന്നെ നാട്ടിൽ തുടങ്ങുന്നു, അവിടെ ചലഞ്ചസ് വരുന്നു, അങ്ങനെ വീണ്ടും ഒന്നും അറിയാതെ ഒരു രാജ്യത്ത് വന്നിട്ട് ഒരു മാസത്തെ പഠനത്തിന് ശേഷം കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു. ഇന്നിപ്പം ബ്രാഞ്ചായിട്ട് പോകുന്നു. അപ്പം ഇനിയും ഒരുപാട് ബ്രാഞ്ചുകളും കാര്യങ്ങളും ഉണ്ടാവട്ടെ. അപ്പം നിങ്ങളൊരു ബിസിനസ് ജേണിയിൽ നിന്ന് നിങ്ങൾക്ക് ഇത് കാണുന്ന ഒരുപാട് ഓൺടർപ്രണർഷിപ്പിന് താല്പര്യമുള്ള ഒരുപാട് ആളുകളുണ്ട്. എനിക്കിന്ന് ഒരുപാട് ഐഡിയാസ് ഉണ്ട്. അപ്പം ചിലപ്പോൾ അത് കേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫ്ലവർ ആയിരിക്കാം, ഏതോ ഐഡിയ ആയിക്കോട്ടെ, ഇതിനുള്ള എല്ലാ സംവിധാനങ്ങളുണ്ട്. പക്ഷേ അവരൊന്നും തുടങ്ങുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർക്കൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് കാണുന്നവർക്ക് നിങ്ങൾക്ക് അവരോടെന്താണ് പറയുന്നത്? റൈറ്റ് ടൈം ആണെങ്കിൽ നമ്മൾ റൈറ്റ് ഡിസിഷൻ എടുക്കുക, അത് വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു കൺസെപ്റ്റാണ്. ഇപ്പം നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ചെയ്യൂല. കാരണം നമ്മൾ റൈറ്റ് ടൈം ആണെങ്കിൽ നമുക്കൊരു റൈറ്റ് ടൈം ഉണ്ടാവും, കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും വെച്ച് റൈറ്റ് ടൈം ആണെന്നുണ്ടെങ്കിൽ. എപ്പോഴും ഈ റൈറ്റ് ടൈമും അല്ലെങ്കിൽ റൈറ്റ് മൊമെന്റും എല്ലാം ശരിയായിട്ട് നമുക്ക് തുടങ്ങാനും പറ്റില്ലല്ലോ. ഇല്ല, എല്ലാവരുടെയും കുറെ കൺസേൺസ്. റൈറ്റ് ടൈം അല്ല, നമ്മൾ ഓക്കെ ആണ്. അതെങ്കിൽ ഫിനാൻഷ്യലി ഇപ്പൊ സക്സസ് ആയിട്ടുള്ള എല്ലാ ബിസിനസ്സുകാരും ഫിനാൻഷ്യലി ഓക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത ബിസിനസ്സുകാരാണ്, ഒരിക്കലും അല്ലല്ലോ. അവര് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത്, അതായത് ഒരിക്കലും ഒരു ബിസിനസ് ടൈം എടുത്ത് സക്സസ് ആവുന്നതാണ്. നമ്മളെ മാക്സിമം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ അവിടെ സക്സസ് ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പൊ ലോസ് ആവുന്ന ആളുകൾ പറയും അത് എനിക്ക് പറഞ്ഞ പണിയല്ല, എന്തുകൊണ്ട് എനിക്ക് ലക്കില്ല. അതിൽ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. നമ്മൾ പരിശ്രമിച്ചാൽ നമ്മളെ കൂടെ ദൈവം ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് നമ്മൾ അതിന്റെ ഫുൾ എഫേർട്ട് ഇടണം. ഇപ്പോൾ നമ്മളിപ്പോൾ ഞാനൊരു വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. ഇപ്പോൾ ഒരു 9 to 5 എന്നുള്ള ഒരു ജോബിൽ നിന്ന് ബോറായിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് ബോറടിച്ചിട്ട് ഒരു ബിസിനസ്സായാൽ നമുക്ക് കുറച്ചുകൂടി ഫ്രീഡം ഉണ്ടാവും. അങ്ങനെ ഒരു രീതിയിൽ അല്ല നമ്മൾ ഒരിക്കലും ബിസിനസ്സിലേക്ക് ഇറങ്ങേണ്ടത്. ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ഫ്രീഡവും പോയി. എല്ലാവരും പറയുന്ന ഒരു കൺസേൺ ആണ്. കാരണം ഫ്രീഡം വേണ്ടിയിട്ട് നമ്മൾ ബിസിനസ്സിൽ ഇറങ്ങും ഇനീഷ്യൽ സമയത്ത് അല്ലേ. ഒരു പക്ഷേ ഒരു ഘട്ടത്തിലെത്തി നമുക്ക് ഫ്രീഡത്തിലേക്ക് സിസ്റ്റം ഒക്കെ വന്നതിന് ശേഷം നമുക്ക് ഫ്രീഡം ആവും. ഇപ്പൊ നമ്മൾ ഫ്രണ്ട്സിന്റെ ഇടയിൽ വരുന്ന ഒരു ടോക്കാണ്, അവർക്ക് സൺഡേ ഓഫ് ആണ്, നമുക്ക് സൺഡേ ബിസിനസ് ഡേ ആണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഞാൻ പറയാം, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അവിടെ സാലറി വരാനുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ എഫേർട്ട് ഇട്ടാലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളെ ടൈം, നമ്മളെ ഫാമിലി എല്ലാം നമ്മൾ കുറച്ചൊക്കെ സാക്രിഫൈസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുള്ളൂ. സാക്രിഫൈസ് ചെയ്താൽ മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ് ടൈം. അതുപോലെ നമ്മൾ ഇപ്പോൾ ഒരു 3 year ആയിട്ടുള്ളൂ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഇനി ഞാൻ എൻ്റെ ഹെൽത്ത് നോക്കിയില്ലെങ്കിൽ ചിലപ്പോൾ 4th yearലേക്ക് കാരണം അത്രയും നൈറ്റൊക്കെ നമ്മൾ തിങ്കില് ഫുള്ളും ബിസിനസ്സാ. നമ്മള് ടോട്ടലി ബിസിനസ് കണ്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് നമുക്ക് പുതിയ ആശയങ്ങൾ വരുള്ളൂ. പിന്നെ ഇതുപോലെ തന്നെ ആശയങ്ങൾ നമുക്ക് ഉറക്കിട്ട് വരില്ല. ഞാൻ ഇപ്പൊ എന്തെങ്കിലും ഒരു എൻ്റെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് നാളെ രാവിലെ ഒരു ഓർഡർ മോർണിംഗ് 6 to 7 എടുക്കാനുള്ളതാണെങ്കിൽ എനിക്ക് ടെൻഷനാണ്. കാരണം ചിലപ്പോൾ നമ്മൾ റെഡി ആക്കിയിട്ട് വെച്ചതായിരിക്കും, എങ്കിൽ പോലും നമ്മൾ ഉറങ്ങിപ്പോവോ, എന്തെങ്കിലും ഫ്ലവർ എന്തെങ്കിലും ആയി പോവാണ്. അത് കസ്റ്റമർ കയ്യിൽ എത്തി ഓക്കെ, അവർ നമ്മൾക്ക് തരുന്ന റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ ഓക്കെയാണ്, പിന്നെ എനിക്ക് ഉറങ്ങാം. ആ ഒരു കോൺസെപ്റ്റിൽ ഇപ്പം നമുക്ക് സ്റ്റാഫ് ഉണ്ടെങ്കിൽ പോലും ബാക്കി എല്ലാ കാര്യങ്ങളും ഷോപ്പിൽ നടന്നോളും. ഇപ്പോൾ സ്റ്റാഫ് കാര്യങ്ങളൊക്കെ ബാക്കി എല്ലാ കാര്യങ്ങളും നടന്നോളും. പക്ഷേ കസ്റ്റമറിന്റെ റിവ്യൂവിൽ ഞാൻ അത് വിട്ടുകൊടുക്കൂല. ഫീഡ്ബാക്ക് അത് ഞാൻ ശ്രദ്ധിക്കും. അത് ഓക്കെ, ബാക്കി അക്കൗണ്ട്സ് ആയിക്കോട്ടെ, ഓർഡർ എടുക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, അതെല്ലാം ഞാനിപ്പോൾ അവരെ ഏൽപ്പിക്കാൻ തുടങ്ങി. പക്ഷേ കസ്റ്റമർ റിവ്യൂ ഞാൻ എല്ലാ ചാറ്റും എടുത്തിട്ട് ഞാൻ ചെക്ക് ചെയ്യും, ഓക്കെ ആയിട്ടാണോ ആ കസ്റ്റമർ പോയത്. ഈവൻ ചിലപ്പോൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നപ്പോൾ ഒരു സ്റ്റാഫ് ഹാൻഡിൽ ചെയ്തിട്ടില്ലെങ്കിൽ, ഒരു മോർണിംഗ് വാങ്ങിച്ച് പോയ കസ്റ്റമർ ആണെങ്കിൽ പോലും ഞാനത് ഫോളോ അപ്പ് ചെയ്യും. ഞാൻ പറയും ഓക്കെ അല്ല മാഡം, ഞാൻ ഉണ്ടായിരുന്നില്ല. കാരണം ആ ഒരു റിലേഷനാണ് എന്നെ സക്സസ് ആക്കിയത് എന്നാണ്. തീർച്ചയായിട്ടും എനിക്ക് തോന്നി. കാരണം എൻ്റെ ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് ഒരിക്കലും ഡ്രൈ ആയി പോവരുത്. നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാളെ വേറെ കസ്റ്റമർ വേണമെന്നില്ല. നിലവിലുള്ളപ്പോൾ അൽഹംദുലില്ലാഹ് എനിക്ക് തോന്നുന്നു more than 500 കസ്റ്റമർ ഇപ്പം എൻ്റെ കയ്യിൽ സ്ഥിരമായിട്ടുള്ളതുണ്ട്.
എനിക്ക് അത് മതി, അത് റിട്ടൻഷൻ ചെയ്താൽ മതി. അത് മതി. അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് പോകാം. അതാണ് പലർക്കും പ്രശ്നമാണത് അല്ലേ, കസ്റ്റമേഴ്സിന് ആ റിട്ടൻഷൻ എന്നുള്ള രൂപത്തിൽ അത് ചിന്തിച്ച് എപ്പോഴും സ്റ്റാഫിന്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ കസ്റ്റമർ റിലേഷൻ, ഈവൻ ഇപ്പോൾ ഒരു ഫ്ലവർ ചിലപ്പോൾ കുറച്ച് വാടി പോയതാണെങ്കിലും നമ്മൾ കസ്റ്റമർ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നിടത്ത് നമുക്കത് വെക്കാൻ പറ്റും. പറഞ്ഞാൽ മതി. അല്ല, പറയേണ്ട കാര്യമില്ല, നമ്മൾ ഡീൽ ചെയ്യുന്ന രീതിയിൽ ചെയ്ത ഈവൻ ഒരു വാടിയ പൂവ് പോലും എനിക്കത് നിങ്ങൾക്ക് തരാൻ പറ്റും. എനിക്ക് തോന്നുന്നത് നമ്മളൊരു ബെസ്റ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനേക്കാളും നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് കൊടുക്കുന്നതിനേക്കാളും ഇമ്പോർട്ടൻറ്റ് കസ്റ്റമർ സർവീസിലാണ്, അത് കസ്റ്റമർ റിലേഷനിലാണ്. ഞാൻ സ്റ്റാഫിൻ്റെ അടുത്ത് പറയും, ഒരിക്കലും ഒരു ഫ്ലവർ ബൊക്കെ ഒരാൾ ഓർഡർ തന്ന് അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് മിണ്ടാണ്ടിരിക്കരുത്. മാക്സിമം അവരോട് കമ്മ്യൂണിക്കേറ്റ് സംസാരിക്കുക. ഇപ്പൊ ചില ലേഡീസ് ആണെങ്കിൽ ചിലവർക്ക് ചിലപ്പോൾ നമ്മളിങ്ങനെ വളാ സംസാരിക്കുന്ന ഇഷ്ടമുണ്ടാവില്ല. അതിൽ എനിക്ക് തോന്നിയത് ഫസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഞാൻ തന്നെ ആയിരുന്നല്ലോ, ആ സമയത്ത് സ്റ്റാഫൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് ഞാനായിരുന്നു അവരുടെ അടുത്ത്, ഈവൻ ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യം ആണെങ്കിൽ പോലും ഞാൻ അവരുടെ അടുത്ത് ഷെയർ ചെയ്ത്, മീൻസ് ഒരു ഫ്രണ്ട്ലി ഉണ്ടാക്കിയിട്ടാണ് ഞാനതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ അവരും ഇങ്ങോട്ടേക്ക് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു കസ്റ്റമർ, നമ്മൾ ഓൾറെഡി ഉള്ള കസ്റ്റമർ വരുമ്പോൾ, എനിക്കൊരു സാറ്റർഡേ വരുന്നൊരു കസ്റ്റമർ ഉണ്ട്. എനിക്ക് ആൾ വരുമ്പോൾ ആൾ ഫോണിൽ സംസാരിച്ചിട്ടാണ് വരിക. അപ്പോൾ എനിക്കറിയാം ആൾക്ക് എന്താ വേണ്ടത്, ആൾക്ക് എത്ര ബഡ്ജറ്റിലാണ് വേണ്ടത്. ജസ്റ്റ് ആൾ എൻ്റെ അടുത്ത് പറയുക പോലുമില്ല, അയാളിങ്ങനെ ഫ്ലവേഴ്സിൽ ഇങ്ങനെ കാണിക്കും, അയാളുടെ പോയിരുന്നിട്ട് ഫോൺ സംസാരിക്കും. ബാക്കിയെല്ലാം എനിക്ക്, അതായത് നമുക്ക് ഒരു കസ്റ്റമറെ മനസ്സിലായി കഴിഞ്ഞാൽ കസ്റ്റമർ സൈക്കോളജി നമുക്ക് അറിയണം, അവരുടെ ടേസ്റ്റ് അറിയണം, അവരുടെ പ്രിഫറൻസ് അറിയണം. അത് കസ്റ്റമറോട് സംസാരിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. നമ്മൾ അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓരോരുത്തരുടെ ടേസ്റ്റ് അറിയുള്ളൂ. ഇപ്പം നിങ്ങൾ ഫറാൻ ഒരു ഹോട്ടലിൽ പോകുമ്പോൾ, സ്ഥിരമായിട്ടൊരു ഹോട്ടലിൽ പോകുമ്പോൾ അവർക്ക് അറിയാം എന്താ കഴിക്കാന്നുള്ളത്. തീർച്ചയായിട്ടും. അപ്പോൾ അതാണ് നമുക്ക് മറ്റുള്ള ആളുകളോട് പറയാനുള്ളത്, കമ്മ്യൂണിക്കേഷൻ അല്ലെ കസ്റ്റമർ റിലേഷൻ സ്കില്ലും ഇപ്പോൾ എസ്പെഷ്യലി ഓൺടർപ്രണർഷിപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്താൽ ഫസ്റ്റ് നമ്മൾ സെല്ല് ചെയ്യണം. അവർക്കൊരു ഇഷ്ടം തോന്നണം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മളൊരു റാപ്പ് ആയ ക്ലയന്റിന് ഒരു വാടിയ പോവുകയാണെങ്കിൽ നമുക്ക് വിൽക്കാൻ പറ്റും. അത് നമ്മളെ കഴിവാണ്. ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളുടെ ബിസിനസിൻ്റെ ഒരു ഗ്രോത്ത് സ്റ്റേജ് അല്ലെങ്കിൽ എക്സ്പാൻഷൻ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇനി ഫ്യൂച്ചർ പ്ലാൻ ആസ് എ വുമൺ ഓൺടർപ്രണർ, ഒരു ഫ്ലവറിൻ്റെ ഒരു ഇൻഡസ്ട്രിയിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്നത്? ബിസിനസ് എക്സ്പാൻഷൻ ചെയ്യണം തന്നെ. ഇപ്പോൾ നിലവിൽ നമുക്ക് നമ്മളെ കസ്റ്റമേഴ്സ് തന്നെ നമ്മളോട് ചോദിക്കുന്നുണ്ട്, വേറെ ഒരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാനും അവരുടെ സപ്പോർട്ട് തന്നെ നമുക്ക് ഫുള്ള് കിട്ടുന്നുണ്ട്. നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ സപ്പോർട്ട് തന്നെ കിട്ടുന്നുണ്ട്. അതായത് അവരെ കൂടെ നമുക്ക് താല്പര്യമുണ്ടോ പാർട്ണറായിട്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്ററായിട്ട്, അത് എനിക്ക് തോന്നുന്നു നമ്മളിലുള്ളൊരു ട്രസ്റ്റാണ്. അതായത് ഇതുപോലെ നമുക്ക് നല്ല രീതിയിൽ ഒരു വലിയൊരു സ്റ്റാർട്ടപ്പ് ആയിട്ട് ചെയ്യാനൊക്കെ നമ്മളെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, കസ്റ്റമേഴ്സ് തന്നെ ചോദിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എന്നിലുള്ള ഒരു ട്രസ്റ്റ് ആണ് അവർക്ക്. അപ്പം അബുദാബിയിൽ നിന്ന് തുടങ്ങി ദുബായിൽ കൂടെ GCC രാജ്യങ്ങളിലൊക്കെ എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു വലിയൊരു ബ്രാൻഡായിട്ട് മാറട്ടെ, അതിനുള്ള എല്ലാവിധ ആശംസകളും നേരെയാണ്. സോ നമുക്കിത് അവസാനിപ്പിക്കും പറയാനുള്ളത്, കാരണം ഏതൊരാൾക്കും ഒരു സ്പേസ് ഉള്ള ഈ ഒരു ലോകത്ത്, അതൊരു മെയിലാണെന്നോ ഫീമെയിലാണെന്നോ യാതൊരു ഡിസ്ക്രിമിനേഷനില്ല, എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങളുടെ പാഷനെ നിങ്ങൾ മുറുകെ പിടിച്ചിട്ട് നിങ്ങൾക്ക് ഒരു നെവർ ഗിവ് അപ്പ് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ആർക്കും ബിൽഡ് ചെയ്യാൻ പറ്റിയ സംഭവമാണ് ബിസിനസ്സും ഓൺടർപ്രണർഷിപ്പും എന്നൊക്കെ പറയുന്നത്. അതൊരു ഫ്ലവർ ആണെങ്കിലും കേക്ക് ആണെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവും, നിങ്ങൾക്കുള്ളിലൊരു അടങ്ങാത്ത ആഗ്രഹം ഉണ്ടാവും. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ കസ്റ്റമേഴ്സിനെ നിങ്ങൾ എത്രത്തോളം ടേക്ക് കെയർ ചെയ്യുന്നു, അവരായിട്ട് എത്രത്തോളം റിലേഷൻഷിപ്പ് ഉണ്ടാവും, അങ്ങനെ നിങ്ങൾ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ ഡ്രീമൊക്കെ ഫുൾഫിൽ ചെയ്യും. എല്ലാവർക്കും ഒരു ഓൺടർപ്രണർഷിപ്പിലേക്ക് വരുന്ന എല്ലാവർക്കും ഇതൊരു പ്രചോദനമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ലെറ്റ്സ് വൈൻഡ് അപ്പ്. സോ വാട്ട്സ് യുവർ സ്റ്റോറി?